വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഇസ്രായേലിന്റെ 9 കാലഘട്ടത്തെ നമ്മൾ ചിന്തിച്ചു. 10ാമത്തെ കാലഘട്ടത്തിലേക്ക് കയറാൻ പോവുകയാണ്. 9 കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ച് ഓട്ടപ്രദക്ഷിണം പോലെ ഒന്ന് പറയാം. ഈ 9 കാലഘട്ടത്തിലും വേട്ടപ്പട്ടിയെ പോലെ അവരെ സാത്താൻ പിന്തുടർന്നുകൊണ്ടിരുന്നു. അത് മനസ്സിലാക്കുക. നമ്മൾ സഭ യുഗാന്ത്യത്തിൽ എന്നുള്ള വിഷയം ഇന്ന് കയറുമ്പോൾ മനസ്സിലാകും സാത്താന്റെ ആക്രമണം എത്ര വലുതാണ്. യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത നാട് കൈവശമാക്കി വിശ്വാസത്തിലും അനുസരണത്തിലും ഉണ്ടായിരുന്ന ജനത്തെ ഭൗമിക നന്മകൾ ആഖാനിൽ കൂടി കാണിച്ച് വീഴിക്കാൻ ശ്രമിച്ചു. അവിടെ മുതൽ അവൻ അറ്റാക്ക് തുടങ്ങി. തുടർന്ന് ന്യായാധിപന്മാരുടെ കാലത്ത് ധീരന്മാരാ വന്നതെങ്കിലും അവരെയും വീഴിക്കുവാൻ അവൻ തന്മയത്തമായി പ്രവർത്തിച്ചു. 2ാം ഘട്ടം. 3ാമത്തെ ഘട്ടമാണ് അവരുടെ ചരിത്രത്തിൽ ഒരു ഇരുണ്ട കാലമാ. രാജാക്കന്മാർ കയറി വന്നു. അവരുടെ മുഴുവൻ ക്ലാരിറ്റിയും കളഞ്ഞ് ഏതാണ്ട് ജാതികൾക്ക് സമാനമായ സംസ്കാരവും വിശ്വാസവും ചിന്താഗതികളും അവരിൽ വെച്ചു. 3ാമത്തെ കാലഘട്ടത്തിൽ സാത്താൻ അവിടെയും എല്ലാം നമ്മൾ ഇന്നലെ ചിന്തിച്ചു. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്തും വിശുദ്ധന്മാരുണ്ടായിരുന്നു. 4ാമത്തെ കാലഘട്ടം മുന്നറിയിപ്പുകളെ, പ്രവാചകന്മാരിൽ കൂടി നൽകിയ മുന്നറിയിപ്പുകളെ അവഗണിച്ച് അവരെ വകവരുത്തി ആത്മീയ അന്ധതയിൽ നിന്നപ്പോൾ പ്രവാസത്തിലേക്ക് പോകുന്നു. പ്രവാസത്തിൽ ചെന്ന് അടിമപ്പണിയും ചെയ്തും തലമുറകളെയും നശിപ്പിച്ച് 5ാമത്തെ ഘട്ടം പ്രവാസത്തിൽ മടങ്ങി വരാൻ ഉത്തരവുണ്ടായിട്ടും വീണ്ടും അവിടുത്തെ പച്ചപ്പിൽ നിന്ന ജനം. അടുത്തത് നമ്മൾ കണ്ടു 6ാമത്തെ കാലഘട്ടം നമ്മുടെ കർത്താവിന്റെ പ്രവാസത്തിന് ശേഷം വന്ന മന്ദീഭവിച്ച കാലഘട്ടം. ആ മന്ദീഭവിച്ച കാലഘട്ടത്തിലാണ് പരീശന്മാരും സാധുക്യരും കയറി അവരുടെ മേൽ ആധിപത്യം നടത്തി അവരെ വളരെയധികം പുറകോട്ട് കൊണ്ടുപോയി. അടുത്തത് നമ്മൾ ചിന്തിച്ചത് കർത്താവിന്റെ കാലഘട്ടത്തിലെ ഇസ്രായേൽ നഖവും പല്ലും ഉപയോഗിച്ച് കർത്താവിനെയും ശിഷ്യന്മാരെയും എല്ലാ വിധത്തിൽ എതിർക്കുക മാത്രമാണോ നമുക്കറിയാം, ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. 8ാമത്തെ കാലഘട്ടം നമ്മൾ ചിന്തിച്ചു. അവർ ലോകം മുഴുവൻ ചെതറി. ആ ചെതറിയ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ വേട്ടപ്പട്ടിയെ പോലെ യൂറോപ്പിൽ മുഴുവനിട്ട് അവരെ എങ്ങനെയെല്ലാം നശിപ്പിക്കാവോ അങ്ങനെ നശിപ്പിക്കാവുന്ന കൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുടങ്ങി എല്ലാ വിധത്തിലും അവരെ തകർത്തു. 8ാമത്തെ കാലഘട്ടം. 9ാമത്തെ അവരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. 948 രാജ്യമായത് മുതൽ ഇന്ന് വരെ ചുരുങ്ങിയ ഈ നാളുകളുണ്ട്. എത്ര യുദ്ധങ്ങളാണ്. പ്രസിദ്ധമായ പ്രാധാന്യപ്പെട്ട 6 യുദ്ധം നടന്ന് 7ാമത്തേതിൽ ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും അവരെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു. 9ാമത്തെ കാലഘട്ടം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചു. സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ എതിർ ക്രിസ്തുവുമായി ഉടമ്പടി വെച്ച് അവന്റെ കയ്യാളായിട്ട് നിൽക്കുമ്പോൾ കൽപ്പനാലംഘനമാകുന്ന വിഗ്രഹത്തെ സേവിക്കുവാനും നമസ്കരിക്കാനും പറയുമ്പോൾ അവരിലെ യഥാർത്ഥ യഹൂദൻ പുറത്തു വരും. അതിന് തക്കവണ്ണം കൃപയുടെ ആത്മാവിനെ ദൈവം അവർക്ക് നൽകും. 2 സാക്ഷികൾ, വെളിപ്പാട് 11 പറഞ്ഞിരിക്കുന്ന 2 പ്രത്യേകതര സാക്ഷികൾ. അവരെക്കുറിച്ചും നമ്മൾ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേക വിധത്തിലുള്ള 2 സാക്ഷികൾ. അവർ 2 പേരും കൂടെ വന്ന് അവരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ആത്മദമനം ഉണ്ടാകും. അവർ എതിർ ക്രിസ്തുവിനെ നഖശികാന്തം എതിർക്കും. ആ നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ പ്രവാസികളായി പോകുന്നു. ഇതാണ് നമ്മൾ ചിന്തിച്ചത്. അവർ പ്രവാസികളായി പോകുന്നു. 9ാമത്തെ കാലഘട്ടം. നമ്മൾ 10ാമത്തെ ചിന്തിക്കാൻ പോവുക. ഈ 9ാമത്തെ കാലഘട്ടത്തിൽ പ്രവാസികളായിട്ട് പോയിട്ട് പോലും ശത്രു അവനെ വിട്ടില്ല. അന്നേരം അവരെ തകർക്കാൻ നോക്കിക്കുക. ലോകം മുഴുവൻ വേൾഡ് റൂളർ എതിർ ക്രിസ്തു ഭരിക്കുന്നു. ദൈവസഭ, ക്രിസ്ത്യാനിറ്റി, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഭൂമിയിലില്ല. പരിശുദ്ധാത്മാവ് ഭൂമിയിലില്ല. പരിശുദ്ധാത്മാവില്ലാത്ത, ഭൂമിയുടെ ഉപ്പും വെളിച്ചവുമാകുന്ന ക്രൈസ്തവ സഭ ഇല്ലാത്ത ഒരു ഭൂമി സാത്താന്റെ അധികാരത്തിൽ പൂർണ്ണമായിട്ട് കിടക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ചതിവ് പറ്റിപ്പോയി, തങ്ങൾ അബദ്ധത്തിലായി, ഇവൻ മശിഹായല്ല. കാരണം ഞങ്ങളുടെ എല്ലാമായിരുന്ന കർത്താവ് ഞങ്ങൾ വിശ്വസിച്ചെങ്കിൽ ദേവാലയം ഇടിച്ച് നിരത്തി തകർക്കുമ്പോൾ മനസ്സിലായി ഇവൻ സാത്താനാണെന്ന്. അന്നേരമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ആ മരുഭൂമിയിലേക്ക് ഓടിപ്പോയതിന്റെ ഒരു യുദ്ധ റീസൺ ഞാൻ ഇന്നലെ പറഞ്ഞു. ഇവരെ സർപ്പത്തോടകലെ, ആ വാക്യം ഒന്നുകൂടെ വായിക്കണം. മേൽക്കുട്ടി സിസ്റ്റർ 12ാം അധ്യായം വെളിപ്പാട് എടുത്ത് വെച്ചേക്കണം. ഞാൻ പറയുമ്പോഴേ വായിക്കാവുള്ളൂ. ഇവരെ പരിരക്ഷിക്കത്തക്കമണ്ണുള്ള ആർജവം ഗൾഫ് രാജ്യങ്ങൾക്ക് വേണം. നോക്കിക്കേ, ഇന്നത്തെ സംഭവങ്ങളൊക്കെ അതാ. ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ. അവരെ പ്രധാനമായിട്ട് അവരുടെ ഓയിൽ വിറ്റ് കാശുണ്ടാക്കി അവർ വലിയ കൂമ്പാരങ്ങൾ നിർമ്മിച്ച് ധനവാന്മാരായിട്ട് ജീവിക്കുന്നതാണ്. അവരുടെ ഡിഫൻസിന് അവർക്ക് ശ്രദ്ധിക്കാറില്ല. കാരണം അവരുടെ ഡിഫൻസ് അവർ മുഴുവൻ അമേരിക്കയെ ഏൽപ്പിച്ചിട്ട് അവർ സ്വസ്ഥമായിട്ടിരിക്കുക. നാമമാത്രമായ മിലിറ്ററി അവർക്ക് സ്വന്തമായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ അമേരിക്കയുടെ കയ്യില. ഇപ്പോൾ അവർക്ക് മനസ്സിലായി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ സംഗതി കുഴയുമെന്ന്. ഈ യുദ്ധം അതിൻ്റെയും കൂടെ ഒരു കാരണമാണ്. ഇസ്രായേലിനെ
എതിർ ക്രിസ്തുവിനോട് എതിരെ നിന്നുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കണമെങ്കിൽ അതിനുള്ള ആർജവം അവർക്ക് വേണം. ആ ആർജവം ഇപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് നോക്കിക്കോ, മുന്നോട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ കാണാം, അവർ സൈനികമായി സ്വയം പര്യാപ്തതയിലേക്ക് വരും. ആ സമയത്താണ് ഇതാരാണ്? ഇസ്മായേലിന്റെ മക്കളാണെന്നുള്ള പ്രത്യേകം ഓർത്തോണം അറബികൾ. ഇതിന്റെ എല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞതാ. ഈ യുദ്ധങ്ങളെല്ലാം ഉണ്ടായിട്ട് അവരാരും എതിർക്കുന്നില്ല. ഇനിയും നോക്കിക്കോണം, ഒരു ഗതിയുമില്ലാതെ എതിർ ക്രിസ്തു ഭരിക്കുന്ന ലോകത്തിൽ ആരും സഹായമില്ലാതെ വരുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ പൗരന്മാരെന്ന് പറയുന്നത് പുറകെ വരുമ്പോൾ കാണാം, ആ അവന്റെ പൗരന്മാരെന്ന് പറയുന്നത് അവനെ ഒത്താശ പറയുന്നവരായിരിക്കും. സോവിയറ്റ് റഷ്യ അവന്റെ പൗരന്മാരല്ല, അവരുടെ മുഖ്യ കക്ഷിയാണ് എന്നേ ഉള്ളൂ. അത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അതിനിടയിൽ ഒരു കാര്യം പറയാം, സോവിയറ്റ് റഷ്യയെ കത്തിപ്പോകണമെങ്കിൽ ഇപ്പം നടക്കത്തിൽ ഒരു കാരണവശാലും. കാരണം സോവിയറ്റ് റഷ്യയിൽ ധാരാളം ക്രൈസ്തവരെ രക്ഷിക്കപ്പെട്ടവരുന്നുണ്ട്. അവിടുത്തെ മുഖ്യ സഭ എന്ന് പറയുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ചർച്ചാണ്. അവിടെ ധാരാളം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വേറെ കൂട്ടമുണ്ട്. അവരിയ്ക്കുമ്പോൾ ഇത് നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ക്ലിയർ കട്ടാണ് സഭ എടുക്കപ്പെട്ട ശേഷം. അപ്പോൾ സോവിയറ്റ് റഷ്യ എതിർ ക്രിസ്തുവിന്റെ സഖ്യ കക്ഷിയാണ്. എന്നാൽ അവനെ സഹായിക്കുന്ന ഒരു വലിയ കൂട്ടര് കാണും. നോക്കിക്കോണം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13 മുതലൊന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 12-ന്റെ-13. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീ പ്ലീസ്, നമുക്കറിയാം എങ്കിലും ഞാൻ ഓർപ്പിക്കുകയാണ് ഏതാണ് സ്ത്രീ എന്ന്. ദൈവദാസന്മാർ പറയുന്നതാണ്. വെളിപ്പാട് 12-ന്റെ-1 കാണുന്ന സൂര്യ ചന്ദ്ര നക്ഷത്ര ധാരണിയായ സ്ത്രീ. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ടത് ജോസഫാ. അപ്പൊ ആ ഫാമിലിയാ. അപ്പൊ ഇതാരാ? മഹോപദ്രവത്തിലെ സ്ത്രീ. പല വിധത്തിൽ പല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട് ഈ സ്ത്രീയെ കുറിച്ച്. അവരെ വിമർശിക്കാനൊന്നുമല്ല നമുക്ക് സമയം. നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ സ്ത്രീ മഹോപദ്രവത്തിലെ ഇസ്രായേൽ, ഈ സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അടുത്ത കേട്ടോണം, അടുത്ത വാക്യം. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. അടുത്ത വാക്യം. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്നും നദി പോലെ വെള്ളം ചാടിച്ചു. അടുത്ത വാക്യം. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. അടുത്ത വാക്യം. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായ് തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഇതോടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇവരുടെ സകല അകൃത്യങ്ങളും ദൈവം തമ്പുരാൻ ക്ഷമിക്കും. കാരണം ഇവർ ഓടിപ്പോകുന്നത് പണമില്ലാഞ്ഞിട്ടോ വേറെ ആ പരിപാടിയിലൊന്നുമല്ല. സത്യദൈവം യഹോവയാണെന്നും അവനെ കൂടാതുള്ള ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല എന്നും ഉറച്ച തീരുമാനമെടുത്ത് മോശയിൽ കൂടി ലഭിച്ച ആ 2ാമത്തെ കൽപ്പന ഇൻസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ജനം ഓടിപ്പോകുന്നത്. യഹോവയായ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, കർത്താവ്. ആ ഓട്ടത്തിൽ നോക്കിക്കോണം, സർപ്പം വെള്ളം ചാടിച്ചു. സർപ്പം സത്താൻ വെള്ളം ചാടിച്ചെന്നാ. വെള്ളം ചാടിച്ചെന്നാ മഴ പെയ്യുന്ന വെള്ളമല്ല, ജലപ്രളയമല്ല, ഫ്ലഡ് അല്ല. ദൈവദാസന്മാർക്കറിയാം ഈ വേദപുസ്തകത്തിൽ വെള്ളം എന്ന് പറയുന്നത് ജനക്കൂട്ടമാ. വെളിപ്പാട് 17-ന്റെ-15 കാണാം. യെശയ്യാവ് 17-ന്റെ-12 കാണാം. ജനക്കൂട്ടമാണ്, മൾട്ടിറ്റ്യൂഡ്, ജനസഞ്ചയമാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഇസ്മായിലൈറ്റ്സ് ആണ് അറബികൾ. അവരിവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഇസ്മായിലൈറ്റ്സ് അല്ലാത്ത വേറൊരു വലിയ വിഭാഗം ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ, ഇസ്രായേലിനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതൊരു നല്ല ലക്ഷ്യമാക്കും. എതിർ ക്രിസ്തു കണ്ടും കാണിക്കും. ഓടിപ്പോകുന്ന ജനത്തെ തകർക്കാനായിട്ട് പുറകെ പോവുകയാണ്, ആക്രമിക്കാൻ. ഒരു ഗതിയുമില്ലാതെ, യാതൊരു ആയുധവുമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കിട്ടിയതും കൊണ്ട് ഓടിപ്പോവുകയാണ് രക്ഷപ്പെടാൻ. അന്നേരമാണ് അവരെ പുറകെ നടന്ന് വൈരാഗ്യം തീർക്കാൻ ചെല്ലുമ്പോൾ നോക്കിക്കോണം, ഭൂമി വായു വിളർന്നു. ഇതാരായി? ജനക്കൂട്ടം, സൈന്യമല്ല, മിലിറ്ററി അല്ല. ഇസ്രായേലിനോട് വൈരാഗ്യമുള്ള മറ്റു വിഭാഗക്കാർ. അവർ നല്ല തക്കമാക്കും. പെരക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടാമെന്ന് പറഞ്ഞതുപോലെ ഇവനെ തകർക്കാന്ന് പറഞ്ഞ് പുറകെ ചെല്ലുമ്പോൾ എങ്ങനെ ഭൂമി പിളരും? സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്കറിയാം, മോശയ്ക്കെതിരായി കോരഹും കൂട്ടരും ശബ്ദമുയർത്തിയപ്പോൾ നിന്ന ഭൂമി പിളർന്ന അതേ സിസ്റ്റം ഒരിക്കൽ കൂടി മരുഭൂമി പിളരും. അതുകൊണ്ടാണല്ലോ പറയുന്നത്, പലസ്തീന് തെക്കുള്ള മരുഭൂമി ഏതു സമയത്തും വിള്ളലുണ്ടാകാവുന്ന ജിയോളജിക്കൽ സർവേ കണ്ടെങ്കിൽ ആ മരുഭൂമി വിളർന്ന് ഇതുങ്ങളെ മുഴുവൻ നശിപ്പിക്കും. ഇവരെ അവിടെ പോയി അവരെ സംരക്ഷിക്കുന്നു. അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമയം തീർന്നു. ഈ സമയം പൂർണ്ണമാകുമ്പോൾ
കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങി വരികയാണ്. വായിക്കാം, വെളിപ്പാട് 19:11 മുതൽ ഒന്ന് വായിച്ച്, അതുകൂടെ വായിച്ചിട്ട് നമുക്ക് വേഗം മുന്നോട്ട് വരാം. വെളിപ്പാട് 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. തലയിൽ അനേക രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അടുത്ത വാക്യം, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അടുത്ത വാക്യം, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ആ വാക്യം പറയാനാ കർത്താവായ യേശു. നമുക്കറിയാം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ക്ലിയർ കട്ടല്ലേ? വെളിപ്പാട് പുസ്തകം 1 കാണുന്ന കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് വരികയാണ്. നമ്മളെ ദേവദാസന്മാര് പ്രസംഗിക്കത്തില്ലേ, മഹത്വ പ്രത്യക്ഷത. എന്താണ് ഈ മഹത്വ പ്രത്യക്ഷത? 2 മഹത്വമാ. ഒന്നാമത്തെ, ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട കർത്താവേ. നസ്രയത്തിൽ ജനിച്ച തച്ചന്റെ മകൻ കർത്താവല്ല വരുന്നത്, ഉയർത്തെഴുന്നേറ്റ തേജോമയനായ കർത്താവ് വരികയാണ്. അടുത്ത മഹത്വം, 2 മഹത്വമാ. ഒന്ന്, അവൻ ദൈവമാ. അവൻ ദൈവം തന്നെ. ആ തേജസ്സിന്റെ മഹത്വത്തിൽ വരുന്നത് ഏനാ നമ്മൾ പറയുന്ന മഹത്വ പ്രത്യക്ഷത. അതിന്റെ കൂടെ 14-ാം വാക്യം, സ്വർഗത്തിലെ സൈന്യം അവനെ പിന്തുടർന്നു. എന്താണ് ആ മഹത്വം? സ്വർഗത്തിലെ സൈന്യം ഏതാന്ന് വായിക്കേണ്ട സമയം ലാഭിക്കാൻ വെളിപ്പാട് പുസ്തകം 5:7 കാണാം. 24 മൂപ്പന്മാരും ദൈവദൂതന്മാരും. അപ്പോൾ കൂടെ വരുന്ന ആരാ? ദൈവ മക്കൾ, ദൈവസഭ. ഒന്ന് വായിച്ചേ, എഫേസ്യ ലേഖനം 1:12 ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 1:12 മാത്രം വായിച്ചാൽ മതി. അതാണ് ഈ മഹത്വ പ്രത്യക്ഷത, കർത്താവിന്റെ മഹത്വം. അതിന്റെ കൂടെ മറ്റൊരു മഹത്വം, അതോ പറയുമ്പോൾ എന്റെ ശരീരം വളരെയധികം സന്തോഷം കൊണ്ട് തുള്ളുകയാണ്. വായിക്കാം, എഫേസ്യർ 1:12. ക്രിസ്തുവിൽ ആശവച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. കണ്ടോ, അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടവര്, അവന്റെ മഹത്വത്തോടൊപ്പം വരേണ്ട ആളുകളാണ് എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവരെല്ലാം. അതാണ് സ്വർഗത്തിലെ സൈന്യം. നിങ്ങളും ഞാനും പോയതുപോലല്ല വരുന്നത്. ദ്രവത്വമുള്ള ശരീരത്തെ തേജസ്സോടെ സ്വർഗത്തിൽ ചെന്നിട്ട് ആ കർത്താവിനോട് കൂടി നമ്മൾ തേജസ്കരിക്കപ്പെട്ടവരായി, നമ്മൾ കർത്താവിന്റെ മഹത്വമായി, നമ്മൾ തേജോമയരായി ഇങ്ങോട്ട് വരികയാണ്. ആ വരവിലാണല്ലോ നിങ്ങൾക്കറിയാം, എതിർ ക്രിസ്തുവിനെ, കള്ളപ്രവാചകനെയും ഗന്ധഗംഗത്തുനിന്ന് പൊയ്കയിൽ എറിയുന്നു. വെളിപ്പാട് 19:19. സാത്താനെ വെളിപ്പാട് 20 കാണാം. 1000 വർഷത്തേക്ക് അന്ധതമസിൽ അഥവാ അഗാധ കൂപത്തിൽ അടയ്ക്കുന്നു. അങ്ങനെ ഡെവിളിക് പവേഴ്സിനെ 3 നിർവീര്യമാക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററി മുഴുവൻ സക്രിയാവ് 14:12 പറയുന്ന പോലെ കൺഫ്യൂഷൻ ഉണ്ടായി, തമ്മിൽ ആറ്റമടിച്ച് റേഡിയേഷൻ അടിച്ച് അവിടെ മരിച്ചു കിടക്കും. യെരുസലേമിനോട് യുദ്ധം ചെയ്യുവാനുള്ളവരെ ശിക്ഷിക്കാനുള്ള ശിക്ഷയാവിതേ. അവർ ജീവനോടെ നിൽക്കുമ്പോൾ അവരുടെ നാവഴുകുന്നു, കണ്ണഴുകുന്നു, മുഖമഴുകുന്നു. നമുക്കിന്ന് നല്ലപോലെ അറിയാം എന്താണത് റേഡിയേഷൻ. അങ്ങനെ തീർന്നു കഴിയുമ്പോൾ വായിക്കാം, യെശയ്യാവ് 11:11. ഇസ്രായേലിന്റെ 10ാമത്തെ സ്ഥിതിയാണ്. വേഗം വായിക്കാം, യെശയ്യാവ് 11:11. ഞാൻ അല്പം സ്പീഡ് കൂട്ടുന്നത് വളരെ വേഗം ഒന്ന് പറഞ്ഞു തീർക്കണമെന്നും കൊണ്ട് മാത്രമാണ്, ദയവായി ക്ഷമിക്കണം. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും, മിസ്രൈമിൽ നിന്നും, പത്രോസിൽ നിന്നും, ക്രൂസിൽ നിന്നും, ഏലാമിൽ നിന്നും, ശിനാരിൽ നിന്നും, ഹമാത്തിൽ നിന്നും, സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2ാം പ്രാവശ്യം കൈനീട്ടും. 2ാമത്തെ പ്രാവശ്യം കൈനീട്ടു. എങ്ങനെയാ വരുന്നത് കേട്ടോണം. 1ാമത്തെ പ്രാവശ്യം കർത്താവ് കൈനീട്ടിയത് 1948 മെയ് 14. വീണ്ടും 2ാമത്തെ പ്രാവശ്യം കൈനീട്ടണമെങ്കിൽ അവർ ചെതറണം. അവർ ഈ പറഞ്ഞ സ്ഥലങ്ങളാണ് പലസ്തീന് തെക്ക് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ വരെ കിടക്കുന്ന ആ ഗൾഫ് മേഖലകൾ. അവിടുന്ന് നീട്ടു. എങ്ങനെയാ അവർ വരുന്നത്? അവർ തുള്ളിച്ചാടിയല്ല വരുന്നത്. വായിക്കാം, മീഖാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കാം. മീഖാ പ്രവചനം 7-ാം അധ്യായം 12-ാം വാക്യം. മീഖാ പ്രവചനം 7:12. അന്നാളിൽ അശൂരിൽ നിന്നും, മിസ്രൈം പട്ടണങ്ങളിൽ നിന്നും, മിസ്രൈം മുതൽ നദി വരെയും, സമുദ്രം മുതൽ സമുദ്രം വരെയും, പർവ്വതം മുതൽ പർവ്വതം വരെയും അവൻ നിന്റെ അടുക്കൽ വരും. അവൻ എടുക്ക വായിക്കും. സക്രിയ പ്രവചനം 10:10 വായിച്ച് എത്ര പ്രാവശ്യമായത് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. സക്രിയാവ് 10:10. ഞാൻ അവരെ മിസ്രൈം ദേശത്ത് നിന്നും മടക്കി വരുത്തും. സമയം ലാഭിക്കാം. നിങ്ങൾ പിന്നീട് വായിച്ചുകൊള്ളുക. ഇവരെ മരുഭൂമിയിൽ കൂടി ഓടിപ്പോകുന്നു.
ആ മരുഭൂമിയിൽ ഇവരെ പിന്തുടർന്നവരെ ഭൂമി പിളർന്ന് വിഴുങ്ങുന്നു. അതേ സ്ഥലത്തുകൂടി രണ്ടാമത് കർത്താവ് വിളിക്കുക മടങ്ങി വരാൻ. വാഗ്ദത്ത നാടെന്ന് പറയുന്നത് പ്രോമിസ് ലാൻഡ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യവും സന്തോഷവും വാഗ്ദത്ത നാടാ. അവന്റെ രക്തത്തിനകത്ത് കിടക്കുന്നതാണ് വാഗ്ദത്ത നാട്. എന്താ അതിന്റെ ബലം? അബ്രഹാമിനോട് പറഞ്ഞ അതിർത്തിയുള്ള സ്ഥലം, ഉൽപ്പത്തി 15 കാണുന്ന അതേ സ്ഥലം. അവകോട്ട് അവർ വരികയാണ്. വരുമ്പോൾ അവരെ താറുമാറായി കിടക്കുന്ന രാജ്യമാണെങ്കിലും അവരെ രക്ഷിച്ചതാരാ? നമുക്കിത് കാണാപ്പാടവാ. എങ്കിലും ഞാൻ പറഞ്ഞു വരികയാണ്, അവരെ രക്ഷിച്ച കർത്താവ് നിൽക്കുകയാണ്. എന്താ? ആ സഹസ്രാബ്ദ രാജ്യം തുടങ്ങാൻ പോവുകയാണ്. 1000 ആണ്ട് വാഴ്ച മഹത്വത്തോടെ കർത്താവെ, ദൈവസഭ, ദൈവമക്കൾ മഹത്വത്തോടെ ചുറ്റിലും. അവർ നോക്കുമ്പോൾ സെഖറിയാ പ്രവചനം 13:6 നോക്കിക്കേ. 13:6 നോക്കണം. എന്നിട്ടുള്ളതായി അവരുടെ ആ വിലാപത്തെ പറഞ്ഞു തരാം. വെളിപ്പാട് പുസ്തകം 13:6. സെഖറിയാ പ്രവചനം 13:6. സെഖറിയാവ് 13:6. എന്നാൽ അവനോട്, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നെന്ന് ഉത്തരം പറയും. മതി. പ്രൈസ് ദി ലോർഡ്. തോമസിനെ വിലാപ്പുറം കാണിച്ചതുപോലെ അവരെ കാണിച്ചു കൊടുക്കുകയാണ് കർത്താവിന്റെ കരങ്ങൾ, ശരീരം. എന്താണ് നിന്റെ കയ്യിൽ കാണുന്ന മുറിവ്? തങ്ങളെ രക്ഷിച്ചത് ആരാ? ഏത് രാജ്യക്കാരാ രക്ഷിച്ചത്? പ്രതീക്ഷിക്കാത്ത സമയത്ത് മടക്കി വിളിക്കുന്നു. അവരെ പീഡിപ്പിച്ച എതിർ ക്രിസ്തുവിനെ എല്ലാം, ഈ യുദ്ധങ്ങളെല്ലാം ഇന്നത്തെ നമ്മൾ കാണുന്നത് പോലെ ടെക്നോളജിയിൽ അവരവിടെ ഇരുന്നുകൊണ്ട് കാണും. ഇന്ന് മിസൈൽ വായുന്നതും ബാലിസ്റ്റിക് മിസൈൽ പോകുന്നതെല്ലാം നിങ്ങളും ഞാനും യൂട്യൂബ് വഴി കാണുന്നത് പോലെ തന്നെ അവരുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന അർമഗദോൻ യുദ്ധം അവരും നേരിട്ട് കാണും. അവരന്നത്തെ ടെക്നോളജി വഴി ഇത് നേരിട്ട് കാണും. ആ ടെക്നോളജി വഴി നേരിട്ട് കാണുമ്പോഴാണ് അവരെ വിളിക്കുന്നത്. ഇതാരാണ് ഈ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്തത്? കൂടെ സ്വർഗത്തിൽ നിന്ന് വന്ന പടയണി എന്തുവാണ് തേജസ്സോടെ നിൽക്കുന്നത്? ഈ ആവലോടെ വരുമ്പോഴാണ് കാണുന്നത് കൈ ഉയർത്തി നിൽക്കുന്ന ആണിപ്പാടുള്ള അവിടെ കർത്താവിനെ കാണും. അന്നേരം അവരുടെ സ്ഥിതി എന്താ? അവർ ആർപ്പിടുകയല്ല, അവർ കൊട്ടിഘോഷിക്കുകയല്ല. സെഖറിയാവെ 12:10 വായിച്ചേ. സെഖറിയാവെ 12:10. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുണ്ടാവില്ലെങ്കിൽ അവർ നോക്കും. ഏകജാതിനെ കുറിച്ച് ഓരോ വാക്യമായി വായിച്ചു വിടണം. ഏകജാതിനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതിനെ മരിച്ചു പോയി കഴിയുമ്പോൾ ഒരു അമ്മ എങ്ങനെ വിലപിക്കുന്നോ അതേ ടോണിൽ അവർ വിലപിക്കും. 3 കാരണമാ വിലപിക്കാൻ. പറയാം. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം. ആദ്യജാതിനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗിദോ താഴ്വരയിലുള്ള ഹദദ് റിമ്മോനിലെ വിലാപം പോലെ യെരുശലേമിൽ ഒരു മഹാവിലാപമുണ്ടാകും. ദേശം ഉണ്ടാകും. 3 കാരണമാ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ദേശം കുലംകുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഓരോ കുലമായിട്ട് വിലപിക്കുന്നു. എന്താണ് ഇത്? നേരത്തെ എഴുതിയിട്ടുണ്ട് ഇവരുടെ വിലാപം. യെരമ്യാ പ്രവചനം 31:9 ഒന്ന് വായിക്കാം. യെരമ്യാ പ്രവചനം 31:9. 31:9 ഒന്ന് വായിച്ചേ. അവർ കരഞ്ഞുകൊണ്ടുവരും. അവർ ആർപ്പിട്ടുകൊണ്ടല്ലേ വരുന്നത്. ഇനിയുണ്ട് വാക്യങ്ങൾ. ഞാൻ സമയം നിർത്തുകയാണ്. ആ കാര്യം 3 കാരണമാണ് അവർ കരയാൻ. ഒന്നാമത്തെ കാരണം, അവർക്കൊരു ജനതയാക്കി അബ്രഹാമിൽ നിന്നും അവരെ ജനിപ്പിച്ച യഹോവയെ മറുത്ത് ചെയ്ത തെറ്റുകൾ അവർക്ക് ഓർമ്മ വരും. 2, അവരെ രക്ഷിക്കുവാൻ വന്ന സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരെ അവനെ കൈക്കൊണ്ടില്ല. മശിഹായ ആണെന്ന് തറപ്പിച്ചു പറഞ്ഞിട്ടും അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചിട്ടും വിശ്വസിക്കാതെ മശിഹായെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചതോർത്തവർ കരയും. 3-ാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി വീണ്ടെടുക്കപ്പെട്ട ക്രൈസ്തവ സഭയെ, ചുറ്റിലും തേജസ്സോടെ നിൽക്കുന്ന സഭയെ കാണുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിയുള്ളവരായിട്ടും കഴിവുള്ളവരായിട്ടും ഇവരെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയല്ലോ. അവർ ആരാധിക്കുന്നു, തീർന്നില്ല. അവരുടെ ഭക്തി നിമിത്തം സ്വന്തം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് കാണിച്ച് വിവരിച്ചിട്ട് പൈസ മേടിച്ചതല്ലാതെ ഞങ്ങൾക്ക് മനസ്സറിയാതെ പോകാമല്ലോ എന്ന ചിന്ത വരുമ്പോൾ അവർ ഏകജാതിനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ വിലപിക്കും. സക്രിയ പ്രവചനം തുടർന്ന് നിങ്ങൾ വായിച്ചു നോക്കിക്കോ. നെടുനീളത്തെ കരച്ചിലുണ്ടാകുമ്പോൾ കർത്താവ് സ്നേഹസ്വരൂപനായ ദൈവം, നമ്മളെയും എന്നെയും നിങ്ങളെയും സ്നേഹിച്ച ദൈവം, നമ്മളെ കരുതിയ കർത്താവേ, അതേ കൃപ അവരുടെ മേൽ പകരും. കാരണം
തിരഞ്ഞെടുത്ത ജനമാ. ആവർത്തനം 7:6 നമ്മൾ ആദ്യത്തെ ദിവസം വായിച്ചു. അങ്ങനെ അവരെ കൈക്കൊള്ളും. യെശയ്യാവ് 49:22 60:14 കൂടെ വായിച്ച് നമുക്ക് ഈ 10ാമത്തെ ഭാഗം അവസാനിപ്പിക്കാം. യെശയ്യാവ് 49:22 60:14. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ജാതികൾക്ക് എന്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എന്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിലണച്ചും പുത്രിമാരെ തോളിലെടുത്തുകൊണ്ടും വരും. ഏതെല്ലാം വിധത്തിൽ ലോകത്തെ ജനത ഇവരെ നിരാകരിച്ചോ അതിന്റെ റിവേഴ്സായി അവരെ ബഹുമാനിക്കും. യെശയ്യാവ് 60:14 വായിക്കാം. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ മതി, അത് മതി, അത്രേ. അവർക്കെല്ലാം ബഹുമാനവും കൊടുക്കും. അവർ ലോകത്തിൽ ജനത്താൽ മാനിക്കപ്പെട്ടൊരു ജനതയായി മാറും. ഇന്നത്തെ അവരുടെ നിന്ന മാറും. അവർ സഹസ്രാബ്ദത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. നാം പക്ഷെ തേജസ്സിന്റെ ശരീരത്തിലായിരിക്കും. അവർ തേജസ്സിന്റെ ശരീരത്തിലും അല്ലായിരിക്കും. എന്നാൽ അവർ മഹോപദ്രവം കഴിഞ്ഞ് സഹസ്രാബ്ദത്തിൽ അവർ ഈ ഭൂമിയിൽ കാണും. നമ്മൾ 10 കാര്യങ്ങൾ ചിന്തിച്ചു ഇസ്രായേലിന്റെ. ഇത് ചിന്തിക്കുവാൻ കാരണം ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഈ 10 സന്ദർഭങ്ങളിലും സാത്താൻ അവരോട് പുറകെ കൂടി. ഒടുവിൽ അഭയാർത്ഥികളായി പോയപ്പോ പോലും അവരുടെ പുറകെ നശിപ്പിക്കാൻ പോയി. 10 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാത്താൻ പുറകെ കൂടിയെങ്കിൽ ഇനിയാണ് നമ്മുടെ കാതലായ വിഷയം. ക്രൈസ്തവ സഭ യുഗാന്ത്യത്തിൽ. ക്രൈസ്തവ സഭയ്ക്കും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ധാരാളം ദൈവദാസന്മാരുണ്ട്, വചന പണ്ഡിതന്മാരുണ്ട്. എന്നേക്കാൾ നിങ്ങൾ പഠിപ്പിക്കുന്നതിനോ സെമിനാരിൽ പഠിപ്പിക്കുന്നതിനോ ഒന്നും കോൺട്രാവേഴ്സ് ആയിട്ടല്ല, അതിനോട് പാരലായിട്ട് ക്രൈസ്തവ സഭയുടെയും ചരിത്രം 10 ആത്മീയ വീക്ഷണത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം. എന്തിനാണെന്നറിയാമോ? ഈ സാത്താൻ പുറകെ നടന്ന് ഉപദ്രവിക്കുക, ദർശനം കളയാൻ സാത്താൻ. സർപ്പം, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. സഭയെ ആരംഭിക്കുമ്പോൾ മുതൽ ഈ നാൾ വരെയുള്ള 10 കാലത്തിൽ സാത്താന്റെ അറ്റാക്ക്, ഇതിനെ നേരിടുവാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത്. ഒടുവിലത്തെ ദിവസം നാളെ കർത്താവ് അനുവദിച്ചാൽ ഇവൻ തന്മയത്വമായി ഇന്നത്തെ ദൈവസഭയ്ക്കിട്ട് നേരെ അടിക്കുന്ന 25 മിസൈൽ, അതിനെ നേരിടുവാൻ തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന 10 മാർഗങ്ങൾ. ഇതാണ് നമ്മുടെ ഇന്നത്തെയും നാളത്തെയും ചർച്ചാ വിഷയം. ആദ്യത്തെ 1ാമത്തെ ഘട്ടം സഭയുടെ ആരംഭം AD 30 മെയ് മാസത്തിൽ. സാധാരണക്കാരായ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയത്തക്കോണം ആത്മീയമായിട്ടുള്ള യാതൊരു അളവുകോലുകളോ ആത്മീയമായിട്ടുള്ള യാതൊരു ഉയരങ്ങളോ ഇല്ലാത്ത വെറും സാധാരണക്കാരായ ശിഷ്യന്മാർ, അതിൽ നല്ല ഒരു പങ്ക് മത്സ്യബന്ധനക്കാർ, അവരോടൊപ്പം വെറും സാധാരണക്കാരായ 120 യഹൂദന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ദൈവം തമ്പുരാൻ മുന്നമേ കണ്ടു സാത്താന്റെ ഈ ആക്രമണം. അതിന് ചെയ്തത്, ഈ സഭ ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി, നമുക്ക് അഡ്വാൻസായി ശക്തി തന്നു. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. കാരണം ശത്രു പുറകിലുണ്ടെന്നറിയാം. ആ ശത്രുവിനോട് പോരാടാൻ പരിശുദ്ധാത്മാവിനെ നൽകി. ആ പരിശുദ്ധാത്മാവാണ് ഇന്നും നമ്മളെ നിലനിർത്തുന്നത്. ആ പരിശുദ്ധാത്മാവാണ് ഈ ക്ലാസ് നിയന്ത്രിക്കുന്നത്. ആ കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണണം. നമ്മുടെ തടിബലമോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ പണമോ നമ്മുടെ കായിക ബലമോ ഒന്നുമല്ല നമ്മൾ അവനോട് പോരാടുന്നത്, ആത്മാവിന്റെ ശക്തിയിൽ മാത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ആരംഭിച്ചു ദൈവസഭ. വളരെ അനുഗ്രഹകരമായി പോവുകയാണ്. ആദ്യത്തെ സഭയുടെ ചരിത്രം ഞാൻ പറയണ്ട, എല്ലാം പൊതുവക, ആർക്കും ഒരു മുട്ടില്ല. എല്ലാവരും വളരെ സന്തോഷത്തിൽ ദിനം പ്രതി ദേവാലയത്തിൽ ഇവിടെ ആഴ്ചയിൽ ഒന്ന് പോകുന്ന ഞരക്ക പലർക്കും അല്ലേ? അവിടെ ദിനം പ്രതി ദേവാലയത്തിൽ എല്ലാ വിധത്തിലും അതിസന്തോഷത്തിൽ ഇവരിങ്ങനെ തുള്ളിച്ചാടി പോവുകയാണ്. നോക്കിക്കോണം, സാത്താൻ ആദ്യത്തെ അപ്പോസ്തല പ്രവൃത്തി 4:18 വായിച്ച്, അവന്റെ ആദ്യത്തെ ആയുധം ആ ദൈവസഭയ്ക്കെതിരെ മഹാപുരോഹിതന്മാരെയും യഹൂദ മത നേതൃത്വങ്ങളെയും ശരിക്ക് സ്വാധീനിച്ചു.
പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുതെന്ന് കൽപ്പിച്ചു. അമ്പ് കണ്ടോ? യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്. ഒരു മുടന്തനെ സൗഖ്യമാക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ പത്രോസ് ആത്മശക്തിയാൽ ജന്മനാൽ മുടന്തനായ ഒരുത്തനെ ചാടി എഴുന്നേൽപ്പിച്ചു. ഇതുകൂടെ കണ്ടപ്പോൾ സത്താൻ പ്രവർത്തനം ആരംഭിച്ചു. മത നേതൃത്വത്തെയാണ് ആദ്യം സ്വാധീനിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഉപദേശിക്കരുത്. ഇന്നും ഇതല്ലേ ക്രൈസ്തവ സഭ നേരിടുന്ന പ്രശ്നം. മുഖ്യമായി യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മേൽ വേറൊരു നാമവുമില്ല. യേശുവിന്റെ നാമം എന്ന് പറയുന്നതാണ് അവന് വണക്കം. വേറെ വല്ല സബ്സ്റ്റിറ്റ്യൂട്ടും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ ഒത്തുതീർപ്പിന് വരും. അങ്ങനെയാണല്ലോ പലരും ഒത്തുതീർപ്പിലാണല്ലോ ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ന് യഥാർത്ഥ ദൈവസഭ, യഥാർത്ഥ ദൈവമക്കൾ പറയും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മേൽ വേറൊരു നാമവുമില്ല. ഇതാണ് അന്ന് പറഞ്ഞത്. ഇന്നും അതേ പോരാ. പക്ഷേ അപ്പോസ്തലന്മാർ അതിനെ ഗണ്യമാക്കിയില്ല. ചരിത്രം നമുക്കറിയാം. എന്തു പറ്റി? തടവറ കിട്ടി. പക്ഷേങ്കിൽ അവിടെ അത്ഭുതം നടന്നു. ചങ്ങലകൾ തന്നെ പൊട്ടിത്താഴെ വീണു. ഇരുമ്പ് കവാടങ്ങൾ തുറക്കപ്പെട്ടു. സംഗതി മാറിയത് കണ്ടോ? ഇരുമ്പ് കവാടങ്ങൾ തുറക്കപ്പെട്ടു. ദൈവമക്കൾ കൂടിയിരുന്ന സ്ഥലം വരെ കുലുങ്ങി. എന്താ? പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വശത്തെ, മറുവശത്ത് ഡെവിളിക് ആക്ഷൻ. അതിനെ നേരിടുന്നതിൽ ക്രൈസ്തവ സഭ വിജയിച്ചു, വളരെ വിജയിച്ചു. അപ്പോസ്തലപ്രവൃത്തി 4:31 വായിക്കേണ്ട. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. സാത്താൻ പരിപാടി തുടങ്ങി. ഇങ്ങനെ കയറി വരിക. അന്നേരം ആദ്യത്തെ ആക്ഷൻ യേശുവിന്റെ നാമത്തിൽ അശേഷം ഉപദേശിക്കരുത്. രണ്ടാമത്തെ ആക്ഷൻ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന അകത്ത് യുദ്ധം എന്ന് പൗലോസ് പറയുന്ന പോലെ ഒരുത്തൻ ഒരനന്യാസിനെ എഴുന്നേൽപ്പിച്ചു, കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയും. അവിടെയും ദൈവത്തിന്റെ ശക്തിയാൽ അതിനെ ശരിക്ക് ദൈവദാസൻ വിവേചിക്കുന്നു. ആക്ഷയം കണ്ടോ? ആദ്യമേ തുടങ്ങുക. അവിടെയും വിജയിച്ചു. അത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ പരാതി. അകത്തെ യുദ്ധം എന്ന് പറഞ്ഞതാ 7-ാം അധ്യായത്തിൽ. യവനർക്കും യഹൂദന്മാർക്കും ഇടയിൽ പരാതി അല്ലേ? അവഗണിക്കുന്നു, ചിലരെ അവഗണിക്കുന്നു, ഇഗ്നർ ചെയ്യുന്നു. പരാതി. ഇന്നും ഇതൊക്കെ തന്നെയല്ലേ? എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം തന്നില്ല, എന്നെ കസേര പിടിച്ച് സ്റ്റേജിൽ ഇരുത്തിയില്ല. ഈ സാത്താന്റെ ടെക്നിക്ക് കണ്ടോ? അവിടെയും പരാതി. അതിനെ അപ്പോസ്തലന്മാർ വിദഗ്ധമായി കൈകാര്യം ചെയ്തു. വിട്ടില്ല. അടുത്ത ആക്ഷൻ അവൻ കൊണ്ടുവരിക. കൃപയിൽ നിറഞ്ഞ സ്തെഫാനോസിനെ കല്ലെറിയുന്നു. പക്ഷെങ്കിൽ അവനോർത്ത തകർന്നെന്ന ഇല്ല. സഭ വളർന്നു, സഭ വിശാലമാകുക. ജാതികളുടെ ഇടയിലേക്ക് സഭ പോവുകയാണ്, ശമരിയയിലേക്ക്. വീണ്ടും നോക്കിക്കോ, ഒരു തർസോസുകാരൻ പരീശനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. നമുക്കറിയാം, ക്രൈസ്തവർക്കെതിരായി ശക്തിയുള്ളൊരു ചട്ടുകമായിട്ട് എഴുന്നേൽപ്പിക്കുന്നു. പക്ഷെ അവിടെ പ്രവർത്തിച്ചു. എന്ത് പ്രവർത്തിച്ചു? അദ്ദേഹത്തെ കർത്താവ് പിടിച്ചിങ്ങെടുത്തു. ആ കാലഘട്ടം, ഒന്നാമത്തെ കാലഘട്ടം, തീ പോലെ നിൽക്കുന്നു. ശരിക്ക് യുദ്ധം, ശരിക്ക് യുദ്ധം. സാത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും പല മാർഗത്തിൽ. ആദ്യത്തെ പരിപാടി നോക്കിക്കേ. അപ്പം പ്രസംഗിക്കരുതേ. രണ്ടാമത് ദ്രവ്യാഗ്രഹത്തിന്റെ പേരിൽ അനന്യാസ്. മൂന്നാമത് ഒരു കൃപയിൽ നിന്നവനെ കല്ലെറിയുന്നു. നാലാമത് പൗലോസിനെ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ ഒന്നാമത്തെ കാലഘട്ടം. ഈ ഒന്നാമത്തെ കാലഘട്ടം ഇത്രയും കഴിഞ്ഞ് നോക്കിക്കോണം. രണ്ടാമത്തെ കാലഘട്ടം വരുന്നു. അത് ചരിത്രം നമ്മൾ പഠിച്ചാൽ കാണാം. ഇത് സഭ ആരംഭിക്കുന്നത് AD 30. ഏതാണ്ട് ഒരു 25-30 വർഷം ഇതേ ത്രില്ലിൽ പോവുകയാണ്. അപ്പോസ്തലന്മാരുടെ നേരിട്ടുള്ള ആ നോട്ടത്തിൽ പോകുന്ന കാലമാണ്. രണ്ടാമത്തെ കാലഘട്ടത്തിൽ വന്നപ്പോൾ പതുക്കെ സാത്താൻ ഇച്ചിരുടെ തല നീട്ടി ഗ്രൂപ്പിസം കൊണ്ടുവന്നു. അന്ന് വരെ ഇല്ലാത്ത പരിപാടി. ഞാൻ പൗലൂസിന്റെ പക്ഷക്കാരൻ. വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സമയം എടുക്കണ്ടല്ലോ. ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ. പൗലൂസ് ചോദിക്കുന്ന ആരാ ക്രൂശിക്കപ്പെട്ടത്, ഞാനാണോ അപ്പല്ലോസ് ആണോ? അല്ലേ? അവിടെ നോക്കിക്കേ, അവന്റെ ആ ആക്ഷൻ കണ്ടോ? ഗ്രൂപ്പിസം. അതല്ലേ ഇന്ന് പന പോലെ തഴച്ച് നിൽക്കുന്നത്. ഒടിവരുമെന്ന് നമുക്ക് ചിന്തിക്കാം. അന്നേ ഇട്ടു ഗ്രൂപ്പിസം. ഏതാ? രണ്ടാമത്തെ കാലഘട്ടം. പക്ഷെ പൗലൂസ്, അന്നത്തെ അപ്പോസ്തലന്മാർ അതിനെ ശരിക്ക് നേടി. തീർന്നില്ല. അന്ന് ഈ 20 വർഷം ഇങ്ങോട്ട് കഴിഞ്ഞ് 30 വർഷമായപ്പം ഇതിനകത്ത് അധർമ്മം കയറി വരുന്നു സഭയ്ക്കകത്ത്. കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കണ്ട. പക്ഷേ ആ ദുഷ്ടനെ എക്സ്പെൽ ചെയ്യാൻ ധൈര്യത്തോടെ പറയാൻ ആർജവം ഉണ്ടായി അപ്പോസ്തലന്. ശരിയാണോ? ഇന്നാണെ പറയാ ദുഷ്ടൻ അവിടെ പുറകെ ഇരുന്നോട്ടെന്ന് പറയും. ആ ദുഷ്ടനെ നീക്കിക്കളയാൻ പറഞ്ഞു. രണ്ടാമത്തെ കാലഘട്ടം. ആ രണ്ടാമത്തെ കാലഘട്ടം ഒരു 30-40 വർഷം ഇങ്ങനെ വരികയാണ്. മൂന്നാമത്തേതാണ് നമുക്കറിയാം, മഹാപീഡ, റോമൻ പീഡ.
ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. എന്താ പീഡയുടെ കാരണങ്ങൾ ഞാൻ പറയാം. 3-4 കാരണങ്ങളുണ്ട്. ക്രൈസ്തവരെ ഇതുപോലെ തകർത്ത് മുടിക്കാമെന്ന് അവൻ ഓർത്തത്. ചക്രവർത്തി കയ്യിൽ, ലോകം ഭരിക്കുന്ന ചക്രവർത്തി കയ്യിൽ. പിന്നെ ഈ ഒരു കൂട്ടരെ തകർക്കുന്നതിനെന്നാ? അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 3ാമത്തെ സിസ്റ്റമാണ് റോമൻ പീഡ. അന്ന് ക്രൈസ്തവ സഭയിൽ യഹൂദന്മാരെക്കാൾ കൂടുതൽ ജാതികൾ കയറി വന്നു, വിശ്വാസി വന്നു. സഭ വലുതായി, ജാതികൾ ധാരാളം വന്നു. നമുക്കറിയാം, യഹൂദന്മാരെ കൂടാതെ ഇതര ജനതായി, യവനന്മാർ, മറ്റ് ജനതകൾ, റോമിലുള്ളവർ എല്ലാം കയറി വന്നു സഭയിൽ. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ സാത്താൻ നോക്കിയപ്പോൾ റോമൻ അധികാരികളെ കൊണ്ട് പീഡിപ്പിച്ച ചരിത്രം ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഏതെല്ലാം വിധത്തിലെ എണ്ണ പൊരിച്ചതും തീത്വം ബന്ധമാക്കി നിർത്തിയതും സിംഹങ്ങൾക്ക് എറിഞ്ഞതും എല്ലാം അറിയാം. 3-4 കാരണമുണ്ട് ഈ വൈരാഗ്യം വരാൻ സാത്താൻ പ്രവർത്തിച്ചത്. 1ാമത്തെ കാരണം എന്താന്ന് ചോദിച്ചെന്നാൽ, 1ാമത്തെ കാരണം ഈ യഹൂദന്മാർ പറഞ്ഞു കൊടുത്ത് ക്രൂശിച്ച യേശു, റോമൻ ഗവൺമെന്റിന്റെ അനുവാദത്തോടാണല്ലോ ക്രൂശിച്ചത്. ആ യേശു ദൈവമാണെന്ന് വിളിച്ചു പറയുന്നു. 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, യഹൂദന്മാർ മാത്രമല്ല മറ്റുള്ളവർ ക്രൈസ്തവ സഭയിലുണ്ട്. അവിടെ ഘോരഘോരം പ്രസംഗിക്കുന്നു, അഖിലാണ്ടത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം കൈപ്പണിയായ കെട്ടിടത്തിൽ വാസം ചെയ്യത്തില്ല. ഇത് കേട്ടപ്പോൾ അവർ ചൊടിച്ചു. കാരണം അവരുടെ ദേവന്മാരും ദേവതകളുടെയും വികലമായ ചിത്രങ്ങളും പ്രതിമകളും വെച്ച് അത് ദൈവം എന്ന് പറയുമ്പം കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയുക, ഇവിടെങ്ങും ദൈവമില്ല. 2ാമത്തെ കാരണം അതാ, പീഡയുടെ. ഇതൊക്കെ തന്നെയല്ലേ ഇന്നും യഥാർത്ഥ സഭ നേരിടുന്ന പ്രശ്നം എന്താ? ചിന്തിച്ചു നോക്കിക്കേ ആഴമായിട്ട്. കൈപ്പണിയായ കെട്ടിടങ്ങളിൽ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ വസിക്കത്തില്ലെന്നുള്ള ലോജിക്ക് പറഞ്ഞവർക്ക് മനസ്സിലാകും. ഒറ്റ വാക്കുകൊണ്ട് ഈ ഗാലക്സികളെ നിർമ്മിച്ച ദൈവം, ഇത്രയും ഗാലക്സികളെ ഒറ്റ വാക്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ സർവശക്തനായ ദൈവം മനുഷ്യൻ നിർമ്മിച്ചു വെച്ച 40 പൊക്കത്തുള്ള ഒരു കെട്ടിടത്തിനകത്ത് കയറിയിരിക്കുമോ? ഇന്നും ചിന്തിക്കാം. ഇത് ഘോഷിച്ചതാണ് 2ാമത്തെ കാര്യം. 1ാമത്തെ കാരണം, യേശു ഒരു യഹൂദനായിരുന്നു. യഹൂദന്മാരുടെ സപ്പോർട്ടോടെ, റോമൻ ഗവൺമെന്റിന്റെ അനുവാദത്തോടെ യേശുവിനെ ക്രൂശിച്ചെങ്കിൽ ആ യേശു ദൈവമാണെന്നും അവനിൽ കൂടി രക്ഷയുണ്ടെന്നും വിളിച്ചു പറയുന്നവരെ ചോടിപ്പിച്ചു. 2ാമത്തെ കാര്യം, കൈപ്പണിയായവരുടെ ദേവതമാരുടെയും ദേവന്മാരുടെയും പ്രസക്തി ഇല്ലായ്മ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ഈ സേവിക്കുന്ന ഇതല്ലേ ഇന്നത്തെ ക്രൈസ്തവ ലോകം നേരിടുന്ന പ്രശ്നം? ശ്രദ്ധിച്ചു നോക്കിക്കുക. അതേ ആയുധമല്ലേ. നിങ്ങളുടെ ദേവന്മാർക്കും ദേവതമാർക്കും പ്രസക്തിയില്ല, അതിനകത്തും ദൈവമില്ല, ദൈവം മനുഷ്യന്റെ ഉള്ളിലാണെന്നുള്ള ആ വാക്ക് പറഞ്ഞതാണ്. 3ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? 3ാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിലെ ഉപദേശത്തെ ക്രൈസ്തവ സഭ ഇൻസിസ്റ്റ് ചെയ്തു. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യമാരോട് ചേരുമെന്നല്ല, ഭാര്യയോട് പറ്റിച്ചേരും. ഏകഭാര്യത്വം. അന്നത്തെ കാലത്ത് ബഹുഭാര്യത്വമാണ്. ആ ബഹുഭാര്യത്തിനെതിരെ ശബ്ദമുണ്ടാക്കി ശക്തമായിട്ട് പറഞ്ഞു. 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം, അന്നത്തെ കാലത്തെ ജനതകളുടെ ഏറ്റവും വലിയ ഒരു ഭക്ഷണം പോലാണ് മദ്യപാനം. മദ്യമില്ലാത്തൊരു പരിപാടി അവർക്കില്ല. അതിനെ നോക്കി വിളിച്ചു പറഞ്ഞു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. തറപ്പിച്ചു പറഞ്ഞു. ഇന്നും ഈ 4 പ്രശ്നത്തിലല്ലേ ക്രൈസ്തവ സഭ പ്രശ്നം നേരിടുന്നത്. അങ്ങനെ 3ാമത്തെ കാലഘട്ടം മഹാപീഡ. പക്ഷെ അതിനകത്ത് ദൈവസഭ പിടിച്ചു നിന്നു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, ദൈവമക്കൾ, വിശ്വാസികൾ പരസ്പരം കണ്ട് സംസാരിക്കാൻ പോലും സമയം കിട്ടത്തില്ല. ക്രിസ്ത്യാനിയാണെന്ന് അറിയിക്കുവാൻ ഒരു മീനിന്റെ അടയാളത്തിൽ വലത്തെ കക്ഷത്തിന്റെ താഴെ വസ്ത്രത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരു നൂല് കൊണ്ടൊരു ഒരു ഫിഷിന്റെ രൂപം നെയ്ത് വെക്കും. മാർക്കറ്റിലും കടകളിലും ചെല്ലുമ്പോൾ കൈ വെക്കുമ്പോൾ ഈ മീനിന്റെ രൂപം കാണുമ്പോൾ മനസ്സിലാക്കിക്കോണത് യേശുവിനെ പിൻപറ്റുന്നവരാണ്. അങ്ങനെ സംസാരിക്കാൻ പോലും സാധിക്കാതെ മൂകശോകമായിരുന്ന 100-200 വർഷക്കാലം ക്രൈസ്തവ സഭ ആത്മാവിന്റെ ശക്തിയിൽ പിടിച്ചു നിന്നു. വേറെ ഏത് സിസ്റ്റം ആയാലും തട്ടിപ്പോയനെ. അതിനാണ് ആത്മാവിന്റെ ശക്തി നൽകിയത്. എത്രത്തോളം പീഡ കൂടിയോ അത്രത്തോളം അവർ ശക്തി പ്രാപിച്ചു. ദൈവമക്കളെ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമുക്ക് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോകാനുള്ളവരല്ല. നമ്മൾ അതിന് തക്കവണ്ണം ശക്തിയുള്ള ആർജവം നമുക്കുണ്ടാകണം. 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം ചിന്തിച്ചാൽ കാണാം, ഇസ്രായേലിന്റെ രാജാക്കന്മാരുടെ കാലം പോലെയായി ക്രൈസ്തവ സഭ 4ാമത്തെ കാലഘട്ടം. കാരണം 315 കിട്ടിയ ക്രിസ്ത്യൻ സ്വാതന്ത്ര്യം, അതൊന്നും ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ക്രിസ്തീയ മതം റോമൻ മതമായിട്ട് അങ്ങോട്ട് മാറ്റി. ചക്രവർത്തി 1-ാം പുള്ളിയായി.
315 സെന്നഹദോസ് കൂടിയത് തന്നെ ഞാൻ വായിച്ചത്, അതിന്റെ അധ്യക്ഷൻ അപ്പോസ്തലന്മാരോ ആരുമല്ല, ഈ ചക്രവർത്തിയാണ് അധ്യക്ഷത വഹിച്ചതെന്ന. അത് നേരോ കള്ളമോ എനിക്കറിയത്തില്ല. ഞാൻ വായിച്ചത് എങ്ങനെയാണ്, അദ്ദേഹമായിരുന്നു അതിന്റെ റീഡേഴ്സ് ഡൈജസ്റ്റ് തുടങ്ങിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. ആ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിയാണ് പ്രസൈഡ് ചെയ്തത്. അന്ന് ക്രൈസ്തവ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇസ്രയേലിന്റെ രാജഭരണത്തിന് സമാനമായി 1000-ൽ പരം വർഷം ക്രൈസ്തവ സഭ തകർന്നുപോയി. ലോകത്തോട് ബന്ധപ്പെട്ടു. ലോകത്തിന്റെ സിസ്റ്റം, ജാതികളുടെ സിസ്റ്റം മുഴുവൻ പകർത്തി. അതുകൊണ്ടും തീർന്നില്ല, ജാതികളുടെ ദേവന്മാരും ദേവമാരും വേറെ പേരിൽ ക്രൈസ്തവ സഭയ്ക്കകത്ത് കയറി വന്നു. ഇത് നമുക്കറിയാം. 4-ാമത്തെ കാലഘട്ടം ക്രൈസ്തവ സഭയുടെ 4-ാം കാലഘട്ടവും രാജാക്കന്മാരുടെ ഇസ്രായേലിന്റെ 3-ാം കാലഘട്ടവും ഒരുപോലെ. സാത്താന്റെ ആക്ഷൻ കണ്ടോ? ഈ വേർപെട്ട സകലത്തിൽ നിന്ന് വേർപെടുത്തി സ്വർഗത്തിലേക്ക് യാത്രയാക്കേണ്ടിയ സഭ മനോഹരമായ വിധത്തിൽ ഭൗമികമായ നന്മകളുടെ പുറകെ പോയി. അതിനകത്ത് ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. നീ എവിടെ പാർക്കുന്നു, അത് സാത്താന്റെ സിംഹാസനം ഉള്ളതെന്ന് അറിയുന്നു. അവിടെയും ഒരു കൂട്ടരുണ്ടായിരുന്നു, അന്നും പിടിച്ചു നിന്നു. എല്ലാവിധത്തിലുള്ള അധർമ്മ പ്രവൃത്തിക്കും ആക്കം കൂട്ടുന്ന യെസബേലിന്റെ ഉപദേശം പറയുന്ന പ്രവാചകന്മാരും പ്രവാചകിമാരും ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടും പിടിച്ചു നിന്നു ക്രൈസ്തവ സഭ. പക്ഷെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും ഒരു ഡാർക്ക് പീരിയഡ് 1000-ഓളം വർഷം. കാരണം ഇവന്റെ ആ അറ്റാക്ക് കണ്ടു. എങ്ങനെയെങ്കിലും നിത്യത തകർക്കണം, ഇതാണ് അവന്റെ ലക്ഷണം, അവന്റെ പരിപാടി അതാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രൈസ്തവ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചതാണ് ഈ 3-ാമത്തെ കാലഘട്ടം. അത് ഒത്തിരി വിശദീകരിക്കേണ്ടതാ. ഒരുപാട് നമ്മൾ ഇന്നത്തെ ദുഃഖത്തോടെ പറയാം, ക്രൈസ്തവ സഭകളിൽ കയറിക്കൂടിയിരിക്കുന്ന പല അനാചാരങ്ങളും പല കഷ്ടങ്ങളും അന്ന് കയറിയതാ. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കോ അപ്പോസ്തലന്മാരുടെ സഭയ്ക്കോ മഹാപീഠ ആ റോമൻ പീഠകാലത്തോ ഇല്ലാത്തതായ സകല പരിപാടികളും ക്രൈസ്തവ സഭയ്ക്ക് അത് ബോധപൂർവം അവൻ തിരികെ കയറ്റി. അതിന്റെ പ്രധാന കാരണം 2 കാരണമാ. 1, സഭയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി. 2, സഭയ്ക്ക് ആസ്തികൾ ഉണ്ടായി. ഇത് രണ്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സ്വാതന്ത്ര്യം വർദ്ധിക്കുമ്പോൾ, ആസ്തികൾ വർദ്ധിക്കുമ്പോൾ തിരികെ കയറ്റാൻ, ലോകത്തെ തിരികെ കയറ്റാൻ അവൻ സകല വിധത്തിൽ ശ്രമിക്കും. ലോകം അവന്റെ കയ്യിലാ, നമ്മൾ ലോകക്കാരല്ല. അവന്റെ കയ്യിലാണ് ലോകം. സകല ലോകവും അവന്റെ കയ്യിലിരിക്കുന്നു. 1 യോഹന്നാൻ 5:19. അതേ ലോകത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുന്നു. ഈ നമ്മൾ സഞ്ചരിക്കുന്ന റോഡൊന്നും നമ്മുടെ സ്വന്തമല്ല, പക്ഷെ നമ്മൾ ആ റോഡിൽ കൂടി സഞ്ചരിക്കുന്നു. ഇതുപോലെ സഭ ലോകത്തിൽ കൂടി പോകുന്ന, അതിനല്ലേ വളരെ മനോഹരമായി നമ്മൾ പറയുന്ന പരദേശ പ്രയാണം. ആ പരദേശ പ്രയാണത്തിന്റെ ദർശനം ഈ 1000-ൽ പരം വർഷം കംപ്ലീറ്റ് പോയി. അവിടെ പക്ഷെ ഒരു സന്തോഷമുണ്ട്, പരിശുദ്ധാത്മാവ് ഒരു ന്യൂനപക്ഷത്തെ അങ്ങ് താങ്ങി നിർത്തി. സാത്താന്റെ ആഴങ്ങൾ അറിയാത്ത പലരും എനിക്കവിടെ ഉണ്ട്. ഇസബലിന്റെ ഉപദേശം കേൾക്കാത്തവരുണ്ട്. നീ എവിടെ പാർക്കുന്നു, സാത്താന്റെ സിംഹാസനം ഉള്ളണം. അവൻ ആധിപത്യം പുലർത്തുക. ലോകത്തോട് സഭ ഇതുപോലെ ഒട്ടിച്ചേർന്നൊരു കാലമുണ്ടോ? ഇല്ല. അങ്ങനെയാണ് 1-ാമത്തെ കാലഘട്ടം. ഒരിക്കൽ കൂടി പറഞ്ഞു വരികയാണ്, ആദ്യത്തെ കാലഘട്ടം. 2, പുളിപ്പുകൾ കയറി തുടങ്ങി. 3, റോമൻ പീഡ. 4, ഈ 1000-ൽ പരം വർഷം. 5-ാമത്തെ കാലം കർത്താവ് പ്രവർത്തിച്ചു. 15-ാം നൂറ്റാണ്ട്. അതിന്റെ ഭരണത പോലെ ലോകത്തിൽ പോലും ഉണ്ടായി. 15-ാം നൂറ്റാണ്ട് അഥവാ 16-ാം നൂറ്റാണ്ട് ഉണർവ് വീരന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഇതെല്ലാം തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ള ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. വചനത്തിൽ കൂടി. അതറിയാമല്ലോ നമുക്ക്. വിശ്വാസത്താലുള്ള നീതീകരണം കർമ്മമാർഗമല്ല, വിശ്വാസത്താലാണ് രക്ഷ. വിശ്വാസത്തിൽ കൂടി പോകണം എന്ന് പഠിപ്പിക്കുവാൻ ആർജവമുള്ള ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചില്ലേ? പ്രൊട്ടസ്റ്റന്റിസം അന്നാണ് ആരംഭിക്കുന്നത്. അതുവരെ അങ്ങനെ ഒരു ഇല്ല. പ്രൊട്ടസ്റ്റന്റ് സഭകളില്ല. ഒറ്റ സഭ, ഈ അന്ധവിശ്വാസത്തിൽ കഴിയുന്ന ഒരു സഭ. അവർ ചെയ്ത ക്രൂരതയൊക്കെ നമുക്കറിയാം. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ഉള്ളിയെ വരെ നശിപ്പിച്ചു. അങ്ങനെ അതിഭയങ്കരമായ ക്രൂരതകൾ നടന്നപ്പോൾ അതിന്റെ നടുവിൽ എഴുന്നേറ്റ ഉണർവ് വീരന്മാർ. ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞ ആളിനെ കൊല്ലണമെങ്കിൽ എത്ര ഭയങ്കരമാ. ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തവരെ കൊന്നു. ഇല്ലേ? നമുക്കിതൊക്കെ അറിയാം.
ബൈബിൾ പകർത്തി എഴുതിയവരെ ഇല്ലായ്മ ചെയ്തു. അതാ അക്രൈസ്തവരല്ല, ക്രൈസ്തവ നേതൃത്വം. എത്രത്തോളം സാത്താന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം പകർത്തി എഴുതിയതിന് കൊല്ലപ്പെട്ടവർ എത്ര പേരാ. ഇതുപോലെ ഒരു അന്ധകാര സാത്താൻ കൈയാളുക. പക്ഷെങ്കിൽ തമ്പുരാൻ വിട്ടില്ല. 5-ാമത്തെ കാലഘട്ടം പ്രൊട്ടസ്റ്റന്റിസം വന്നു. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഈ 1-ാം നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് വരികയാണ്. 5-ാമത്തെ കാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ട് അത് ദൈവം ഭൂമിയെ കൂടെ അനുഗ്രഹിച്ച് ചരിത്രം പഠിച്ചാൽ കാണാം. വ്യവസായ വിപ്ലവം പ്രൊട്ടസ്റ്റന്റിസം വന്നതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഉണ്ടായത്. വ്യവസായ വിപ്ലവം ചരിത്രം പറയുന്നത് മാസശമ്പളം ഒക്കെ ഉണ്ടായത് അന്ന് മുതലാണെന്നാ. അതുവരെ പട്ടാളക്കാർക്കേ ഉള്ളൂ മാസശമ്പളം, വേറെ ആർക്കും കാര്യമായിട്ടില്ല. മന്ത്ലി പേയ്മെന്റ് തുടങ്ങിയ വ്യവസായ വിപ്ലവത്തിന്റെ ആരംഭമാണ്. ദൈവം ഈ പ്രൊട്ടസ്റ്റന്റിസം വന്നപ്പോൾ ദൈവം നിന്നാൽ ഭൂമി അനുഗ്രഹിക്കപ്പെടും. അന്നാ ഗലീലോ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഐസക് ന്യൂട്ടന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ആ കാലത്താ. ഭൂമിയുടെ ഗ്രാവിറ്റി അദ്ദേഹം കണ്ടുപിടിച്ചു, ഐസക് ന്യൂട്ടൻ. അന്നാണ് ഭൂമിയുടെ മനുഷ്യന്റെ സിസ്റ്റം തന്നെ മാറിയില്ലേ. 5-ാമത്തെ കാലഘട്ടം ക്രൈസ്തവർ മുഖാന്തരം ഭൂമി അനുഗ്രഹിക്കപ്പെട്ടു. ദൈവമക്കൾ നിമിത്തമാണ് ഭൂമി അനുഗ്രഹിക്കപ്പെട്ടത്. 5-ാമത്തെ കാലഘട്ടം അവിടെയും പക്ഷെങ്കിൽ എതിർപ്പുകൾ വന്നു. ക്രൈസ്തവ സഭ അറിയാമല്ലോ, ശക്തമായ എതിർപ്പ്. ഇനി 6-ാമത്തെ കാലഘട്ടം അധികം ആരും മനസ്സിലാക്കുന്നില്ല. റോമൻ പീഡയേക്കാൾ ശക്തമായ ഒരു പീഡ വന്നു. സാത്താൻ വിട്ടില്ല. പ്രൊട്ടസ്റ്റന്റിസം ഇങ്ങോട്ട് വന്നു. ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. വിശ്വാസ സ്നാനം ശരിയെന്ന് പറയുന്നു, ആരാധന കൊണ്ടുപോകുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഉപാധിയില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ പീഡയ്ക്ക് സമാനമായ ഒരു പീഡ അവിടെ ആരംഭിച്ചു. അതാണ് ഓട്ടോമൻ സാമ്രാജ്യം. ടർക്കികൾ ആരംഭിച്ചു. അതിൽ ലോകത്തിൽ ചരിത്രത്തിൽ അധികം അങ്ങോട്ട് ചിന്തിക്കുന്നില്ല. നിങ്ങൾ നോക്കി, നമ്മൾ തിരുവനന്തപുരത്തിൽ കാണുന്ന എഫെസോസ് മുതൽ ലവോദിക്ക വരെയുള്ള 7 സഭകൾ, ഇന്ന് അവിടെ ചെന്നാൽ ഒരു ക്രിസ്ത്യാനി കരയും. ആ 7 സ്ഥലത്ത് ചെന്നാൽ ഒരൊറ്റ പള്ളി ആക്റ്റീവില്ല. പള്ളി അവിടെ ഉണ്ട്, അതൊക്കെ പണം പിരിക്കുന്ന മറ്റ് സംഭവങ്ങളായിട്ട് മാറ്റി മുഴുവൻ പിടിച്ചെടുത്തു. എഫെസോസ്, സ്മർന്ന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഇതൊക്കെ ആ സ്ഥലങ്ങളൊക്കെ ഇന്ന് അവിടെ ഉണ്ട്. അവിടെയെങ്കിലും ഒരു സഭയുമില്ല. അത് മുഴുവൻ ഓട്ടോമൻ സാമ്രാജ്യം തകർത്തു. കിഴക്കൻ യൂറോപ്പിലായിരുന്നു ക്രിസ്ത്യാനിറ്റി പടർന്നു പന്തലിച്ചത്. ആ യൂറോപ്പിനെ അവർ ഇല്ലായ്മ ചെയ്തു. വിശേഷിച്ച് കിഴക്കൻ യൂറോപ്പ്, റഷ്യയിലെ ഓർത്തഡോക്സ് സഭ, അർമേനിയൻ ക്രിസ്ത്യാനികൾ സഹിച്ച പീഡനങ്ങൾ നമ്മൾ ചരിത്രത്തിൽ വായിച്ചാൽ കരഞ്ഞു പോകും. റോമൻ പീഡയേക്കാൾ ഭയങ്കര പീഡ അവർ അഴിച്ചുവിട്ടു ഈ ഓട്ടോമൻ സാമ്രാജ്യം. 6-ാമത്തെ കാലം അതാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലമാണ്. അവരെല്ലാ വിധത്തിലും എല്ലാ തരത്തിലും പീഡ അനുഭവിക്കാൻ ഇറക്കി വിട്ടു. ഇത് തകർക്കാനായിട്ടാ. എന്താ? പ്രൊട്ടസ്റ്റന്റിസം വന്നു. പ്രൊട്ടസ്റ്റന്റിസം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സംഗതി മാറും. എന്താ? ആദ്യത്തെ അനുഭവത്തിലേക്ക് സഭ വരിക. ശ്രദ്ധിക്കണേ, ആ ആദ്യത്തെ അനുഭവത്തിലേക്ക് വരാതിരിക്കാൻ അടിച്ചു താഴ്ത്തിടുക. സാത്താന് മനസ്സിലായി ഇത് 1-ാം നൂറ്റാണ്ടിലെ പോലുള്ള സംഗതി വരും. 1-ാം നൂറ്റാണ്ടിലെ പോലുള്ള സംഗതി വരും എന്ന് മനസ്സിലായപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തെ എഴുന്നേൽപ്പിച്ചു. അവർ തകർത്തത് വേറെ ഒരു ഭരണകൂടത്തെ അവർ തകർത്തില്ല, ഒരു മതത്തെ തകർക്കുക. എത്രയോ മതങ്ങളുണ്ട് യൂറോപ്പിൽ, അവരെ ആരെയും തകർത്തില്ല. ഏഷ്യയിൽ തകർത്തത് ആരെയാ? ക്രൈസ്തവരെ മാത്രം. എന്താ ഈ പുരോഗതിക്ക് ബ്ലോക്ക്? ഇന്ന് ഇതൊക്കെ തന്നെയാ ദൈവമക്കളെ. നമ്മൾ എവിടെയെങ്കിലും സഭയിൽ സന്തോഷവും ആത്മീയ വർധനവും വരുമ്പോൾ ഇവൻ എവിടുന്നെങ്കിലും ഒരു അമ്പയക്കും. ഇതിനാണ് ആദ്യമേ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകിയത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. 7-ാമത്തെ കാലഘട്ടം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് 8, 9, 10 നമുക്ക് നാളെ ചിന്തിക്കണം. 7-ാമത്തെ കാലഘട്ടം 18-ാം നൂറ്റാണ്ട്. എന്താണെന്നറിയാമോ? ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ എല്ലാവിധത്തിലുള്ളതായ എതിർപ്പുകളെയും അതിജീവിച്ച് യൂറോപ്പിൽ ക്രിസ്ത്യാനിത്വം വളർന്നു. ഓട്ടോമൻ സൂർപ്പികളുടെ ആധിപത്യം അധികമില്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ. അവിടെ നിന്ന് ഓട്ടോമൻ തുർക്കികൾക്ക് വലിയ ഇൻഫ്ലുവൻസ് ഇല്ല. അവിടെയെല്ലാം ക്രിസ്ത്യാനിത്വം വളർന്നു. 18-ാം നൂറ്റാണ്ടായപ്പോൾ ഒരാഗോളമായ ഒരു വ്യതിയാനമുണ്ടായി. എന്താ? ഓട്ടോമൻ സാമ്രാജ്യം താഴെ പോയി. ഓട്ടോമൻ സാമ്രാജ്യം പോയി, ബ്രിട്ടീഷ് സാമ്രാജ്യം കയറി വന്നു. ഇതൊക്കെ ദൈവിക പരിപാടിയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യം കയറി വന്നപ്പോൾ അവർ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനിറ്റിയെ പ്രൊമോട്ട് ചെയ്തു,
മറുഭാഗത്ത് അവരുടെ ലക്ഷ്യം കച്ചവടമാണ്. പക്ഷെങ്കിൽ അവരെ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനിറ്റിയെ പ്രൊമോട്ട് ചെയ്തു. ഓട്ടോമൻ സാമ്രാജ്യം കഴിഞ്ഞപ്പോഴും ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു ഭാഗത്ത് അവർക്ക് ബിസിനസ്സാണ് വേണ്ടിയത്. അവരുടെ രാജ്യം നന്നാക്കാൻ എല്ലാ രാജ്യത്തും പോയി ആധിപത്യം നടത്തി അവിടുന്ന് സ്കൂൾ ചെയ്ത് കൊണ്ടുവരും. പക്ഷെങ്കിൽ അവിടെ ദൈവം പ്രവർത്തിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധികാരികളുടെ പരിധിയിൽപ്പെടാതെയാണ് മിഷണറിമാർ ലോകത്തിലെല്ലാം പോയത്. അല്ലാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൺസെന്റോടെ അല്ല. നമുക്കറിയാം വില്യം കേറിയെ കരക്കിറങ്ങാതെ ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൽക്കട്ട കപ്പലിലിട്ടിരുന്നത്. ആ ഗവൺമെന്റിന്റെ സപ്പോർട്ടില്ല. പക്ഷെങ്കിൽ ആ കെയർ ഓഫിൽ ധാരാളം മിഷണറിമാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. വാസ്തവത്തിൽ നമുക്കറിയാം ലോകവ്യാപകമായ ഉണർവ്, നമ്മളെപ്പോഴും പഠിക്കുന്ന വെയിൽസിലെ ഉണർവ്, ഈ രാജ്യത്തിലെ അസൂസ സ്ട്രീറ്റിലെ ഉണർവ്, നമ്മുടെ ഇന്ത്യയിലെ പൂനായിലെ ഉണർവ്, യഥാർത്ഥ പെന്തക്കോസ്റ്റിന്റെ ഉണർവിന്റെ ജ്വാലകൾ 18-ാം നൂറ്റാണ്ടിൽ. ആത്മാവിലും സത്യത്തിലുള്ള ആരാധന വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന അതേ അന്യഭാഷ ആരാധനയിലുള്ളതായ ദൈവത്തെ സ്തുതി 18-ാം നൂറ്റാണ്ടിൽ വചനം മനോഹരമായി പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ, ഇവാഞ്ചലിസം ലോകത്തിലേക്ക് വിടർത്തുക. കാലം തീരാൻ പോവുക, കർത്താവ് പ്രവർത്തിക്കുക. എട്ടാമത്തെ കാലഘട്ടം 18-ാം നൂറ്റാണ്ടാണ്. 18-ാം നൂറ്റാണ്ടും കൊണ്ട് തുടങ്ങി ലോകത്തിലൊരു ഉണർവ്. ഈ നമ്മൾ ഇന്നുമ്പോൾ പറയുന്ന പെന്തക്കോസ്തിന്റെ ആ അലയടികൾ ലോകത്തിൽ മുഴുവൻ സാത്താൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അവിടെയും അവൻ പ്രവർത്തിച്ചു. നോക്കിക്കുക, അവൻ ഈ പുറകെ നടന്ന് പ്രവർത്തിക്കുക. എന്താ അവൻ പ്രവർത്തിച്ചെന്നറിയാവോ? 18-ാം നൂറ്റാണ്ടിലാണ് എത്തിസം, നിരീശ്വരത്വം ശക്തി പ്രാപിക്കുന്നു. തൃത്വത്തിന് വിരുദ്ധമായ ഉപദേശങ്ങൾ കയറ്റിവിടുക. അകത്ത് യുദ്ധം എന്ന് പറയുന്നതാ. 18-ാം നൂറ്റാണ്ടിലാണ് കാര്യം. അതിന് മുമ്പുണ്ടെങ്കിലും 18-ാം നൂറ്റാണ്ടിലാണ് തൃത്വത്തിനെതിരായിട്ടുള്ള ഉപദേശമുള്ള സഭകളെ എഴുന്നേൽപ്പിക്കുന്നു. കണ്ടോ അവന്റെ ആയുധം? കണ്ടോ അന്യഭാഷ ജനം ആരാധിക്കുന്നു. നമുക്കറിയാം ചരിത്രം. വെയിൽസിലെ പോലീസ് സ്റ്റേഷൻ മുതൽ അടച്ചെന്നാ പറഞ്ഞത്, കേസില്ലാതെ. അത്രത്തോളം ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായത്. ഖനിത്തൊഴിലാളികൾ, മൈൽസിൽ ജോലി ചെയ്യുന്നവർ, അവരെല്ലാം മാനസാന്തരപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ കേസില്ല, പോലീസ് സ്റ്റേഷൻ അടച്ചിട്ടെന്ന്. അമേരിക്കയിൽ ഉണർവ്, ബോംബെയിൽ, പൂനായിൽ പണ്ഡിറ്റ് രമാബായി, അവിടെ ഉണർവ്. ആ കേരളത്തിൽ ഉണർവിന്റെ ജ്വാലകൾ കയറി വരികയാണ്. നാഗൽ സാഹിബ് മുതലായ ദൈവദാസന്മാർ കയറി വരുന്നു. അവിടെ ഈ ഉണർവിന്റെ ജ്വലികൾ മനോഹരമായ ഈ സമയമാൻ്റെതൊക്കെ ആ കാലത്ത് എഴുതിയ പാട്ടുകളാണ്. അപ്പോഴാണ് ഇവന്റെ പരിപാടി. കണ്ടോ, എത്തിസത്തിന് ശക്തി കിട്ടുന്നു. നിരീശ്വരത്വം, ഭൗതികവാദം, തൃത്വത്തിനെതിരായിട്ടുള്ള ഉപദേശങ്ങൾ. അകത്ത് യുദ്ധം എന്ന് പറഞ്ഞതാ, വെളിയിൽ നിന്നല്ല. തൃത്വത്തെ, പിതാവേ പുത്രൻ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം, പിതാവിൽ നിന്നും പുത്രൻ പുറപ്പെടുന്നു, പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. ഇതിന് അവിടുത്തെ വാക്യങ്ങൾ വെച്ച് ഖണ്ഡിക്കുന്ന ഉപദേശങ്ങൾ. നോക്കിക്കുക, യുദ്ധം കണ്ടോ, അന്ന് മുതലുള്ള യുദ്ധമാ. 8-ാമത്തെ കാലഘട്ടം വന്നപ്പോഴും ഈ യുദ്ധമാ. പക്ഷെങ്കിൽ സന്തോഷത്തോടെ പറയാം, അതിനെ ക്രൈസ്തവ സഭ അതിജീവിച്ചു. വിദഗ്ധമായിട്ട് അതിജീവിച്ചു. ശക്തിയോടെ ദൈവദാസന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. എവിടെ പ്രശ്നമുണ്ടാകുന്നോ അവിടെ കർത്താവ് തന്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കും. ക്രൈസ്തവ സഭയോട് മാത്രമേ ഉള്ളൂ അവന് ഈ ശത്രുത. വേറെ ഏതെങ്കിലും സഭയോടുണ്ടോ? എത്രയോ മതങ്ങൾ ഈ ലോകത്തിലുണ്ട്. വേറെ ഒന്നിനോട് ഈ കളി കളിക്കുന്നില്ല. എന്താ? ആ റോമൻ പീഡയ്ക്ക് ഉണ്ടായിരുന്ന ആ കാര്യം തന്നെ നമ്മൾ പറയും, സകലത്തെ സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം കെട്ടിടത്തിനകത്തല്ല, മനുഷ്യന്റെ ഉള്ളിലാ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ വേറെ ഒരു നാമവുമില്ല, ക്രിസ്തുവിന്റെ നാമം. ഏകഭാര്യത്വം വചനം പറയുന്ന അതാണ്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജ്വലിക്കുന്നു. ആ ജ്വലനത്തെ നേരിടാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നു. ഇതാണ് 8-ാമത്തെ കാലം. 9-ഉം 10-ഉം നമുക്ക് നാളെ ചിന്തിക്കാം.